അബൂജഹലിനെ വിളിച്ചിട്ട് റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു ചോദ്യം, ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. അബൂജഹലിനോട് ചോദിക്കുന്നത് എന്താ അറിയോ? ആദ്യത്തെ ചോദ്യം, ആരാണ് ആകാശഭൂമിയിൽ നിന്ന് ഉപജീവനം നൽകുന്നത്? ആരാണ്? അബൂജഹലെ, അബൂലഹബേ, വലീദ് ഇബ്നു മുഗീറ, ആരാണ്? അവർ പറയാണ് അല്ലാ, സംശയമില്ല, അല്ലയാണ് എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യത്തിന്റെ ചോദ്യം എന്താണ്? ആരാ കേൾവി നൽകിയത്? അത് ലാത്തയാണെന്ന് അബൂജഹൽ പറഞ്ഞില്ല, ഉസ്സയാണെന്ന് അബൂജഹൽ പറഞ്ഞില്ല. അമ്മൻ യംലിക്കും സംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ്. ശരിക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്. അബൂജഹലിനോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താ അറിയോ? ആരാ ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലും കൊണ്ടുപോയി? അബൂജഹലിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അല്ലയാണ്. അടുത്ത ചോദ്യം എന്താ അറിയോ? ആരാണ് ലോകത്തിന്റെ നിയന്ത്രണം? ആരാണ് മുദബ്ബിർ? വമൻ യുദബ്ബിറുൽ അംറ, ലോകത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണാവകാശം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്തു പറയും? അല്ലയാണ് എന്ന്. ആര് പറയും? അബൂജഹൽ പറയും. ഇനി ഇതേ ചോദ്യം കാന്തപുരത്തിനോട് ഒരാൾ ചോദിച്ചു, ആരാണ് ലോകത്തിന്റെ നിയന്ത്രണം? അപ്പൊ മുപ്പര് പറഞ്ഞു സി എം അടൂരാണ്. അബൂജഹലിനാണോ ഈമാൻ? കാന്തപുരത്തിനാണോ ഈമാൻ? ഈ ഈമാൻ പോലും അബൂജഹലിന് ഉണ്ടായിട്ട് നരകത്തില. പക്ഷെ വളരെ ഗൗരവമായി അബൂജഹലിനോട് ചോദിക്കാൻ, ആരാ ലോകത്തിന്റെ നിയന്ത്രണാധികാരം? ഇവർ പറയുന്നതോ സി എം മടവൂർ. ആരാണ് മുദബ്ബിറുൽ ആലം? ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാ? സി എം മടവൂരാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഈ ഖൗമിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണേ.